ലോകം കൺമുൻപിൽ ചുറ്റണ കാൽ കീഴ് മൺ തേടി പായണ മനസ്സാകെ എങ്ങോട്ടോ പാരണിതെന്താവോ. ലോകം കൺമുൻപിൽ ചുറ്റണ കാൽ കീഴ് മൺ തേടി പായണ മനസ്സാകെ എങ്ങോട്ടോ പാരണിതെന്താവോ. കാണാത്ത കാഴ്ചകളിൽ കാണുന്നു നിൻ പുഞ്ചിരി, കേൾക്കാത്ത രാഗങ്ങളിലോ നിൻ തേൻമൊഴി. കനവാണോ നീ, കുളിരാണോ നീ, കനിയാണോ നീ, നിറമാണോ നീ. കനവാണോ നീ, കുളിരാണോ നീ, കനിയാണോ നീ, സഖിയേ. മനസ്സിന്റെ കോണിലായി സ്നേഹത്തിൻ ദ്വീപിലായി വിടർന്നൊരു പനി നീർ പോ നീ. വിടർന്ന പൂവിനെ തൊട്ടുണർത്തിയ ഒരു കുസൃതി കാറ്റു നീ. വാനിൽ ഉദിച്ചൊരു ചന്ദ്രനും പാരിൽ വിരിഞ്ഞൊരു താമരയും പറയാതെ പറഞ്ഞ രഹസ്യമിതെന്താവോ. പ്രണയത്തിൻ റാന്തലുകൾ തിരിച്ചൊരു തിരിയോ നീ, ഉയിരിന്റെ ഉടയോൻ തന്നൊരു വരമോ നീയോ. കനവാണോ നീ, കുളിരാണോ നീ, കനിയാണോ നീ, നിറമാണോ നീ. കനവാണോ നീ, കുളിരാണോ നീ, കനിയാണോ നീ, സഖിയേ. നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോവാം. എന്തായാലും ഫ്രണ്ട് വരെ ലേറ്റ് ആവും. നമ്മുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം ചേട്ടൻ എങ്ങനെ പറഞ്ഞു? അതെങ്ങനെ? അത് എനിക്കറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഫിലിപ്പിനെ നാളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നാളെയോ? നാളെ ഒന്നും കാണില്ല. ശരിയാ. അതെന്താ? എടി എന്റെ ഇന്റർവ്യൂ ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതിന്റെ റിസൾട്ടൊക്കെ ഒന്ന് വരട്ടെ. നിനക്കിപ്പോ നല്ലൊരു ജോലിയുണ്ട്, അതൊക്കെ ഒന്ന് ശരിയായിട്ട് മതി. ഇപ്പൊ ഒന്ന് കളിച്ച് നടക്കൂല. ഏയ്, അതൊക്കെ എന്റെ ചേട്ടന് പറഞ്ഞ മനസ്സിലായി. ഏയ് ഒന്നും ശരിയാവില്ല. ഇപ്പൊ എന്തായാലും പറ്റില്ല. ചേട്ടാ, എന്താ നിന്റെ പ്രശ്നം? ഈയിടെയായിട്ട് ഞാൻ ശ്രദ്ധിക്കരുത്. എന്ത് പറഞ്ഞാലും നിനക്ക് മടിയാണ്. എടി നീ എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്ക്. നീ പറയണല്ലോ എപ്പോഴും ഞാൻ കേൾക്കുന്നു. അതിനിപ്പോ എന്താ ഇത്രയും ചിന്തിക്കാനുള്ളത്? ഒന്ന് കാണാനല്ലേ ഞാൻ പറഞ്ഞോളൂ. ഇല്ലില്ല, ഇപ്പൊ എന്തായാലും ശരിയാവില്ല. എന്നാ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നീ എന്നോട് സംസാരിച്ചാൽ മതി. ഒരു പ്രശ്നം ചുമ്മാ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുക. നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അതൊക്കെ അങ്ങനെ റിയാലിറ്റിയിൽ ഒരു നോക്കുമില്ല. എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ എങ്ങനെയാണ്. ഇനി അറിയത്തില്ല എന്താണെന്നുള്ളത്, ആരോടും പറയാൻ പറ്റുന്നില്ല. നമ്മൾ ആരെങ്കിലും നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തിരിച്ചു കയറി വരത്തില്ലടാ, അത് കൈവിട്ട് പോകും. അങ്ങനെ നീ എന്തായാലും നാളെ എന്തായാലും അവളെ പോയി കണ്ട് സംസാരിച്ച് ഇതിന് തീരുമാനം ഉണ്ടാക്കണം. കാണിക്കണേ. ആ, ഇന്ന് എന്റെ വക ഒരു ചെലവ്. എന്താണ് കുപ്പി? ഒന്നുമില്ല, എന്റെ കഥ ചെറുതായിട്ടൊരു സിനിമയായി, അതിന്റെ ചെലവ് കൂട്ടിക്കോ. ഏത് മറ്റേ സിനിമയാ? ആടാ റഹീമേ, എടാ അങ്ങനത്തെ കുപ്പിന്റെ എടുത്ത് വെച്ചോ.
എടാ ഇത് റഹീം, ഇത് അബി, ഇത് ആകാശ്. ഫിലിപ്പേ എടാ അത് ഫിലിപ്പ്. വാഷ്റൂം എവിടെ? ഓക്കെ. അതിന്റെ ഡോറ് കംപ്ലൈന്റ് ആട്ടോ, അത് ജസ്റ്റ് ഒന്ന് ചാരിയാ മതി. എടാ അത് ഇതുവരെ ശരിയാക്കിയില്ലടാ. ഞാൻ പുള്ളി വരണ്ടേ, പുള്ളിക്ക് കളമശ്ശേരിയിലെന്ന് വർക്കുണ്ടോ? ആരെങ്കിലും വെട്ടുമ്പോ മനസ്സിലാക്കിയോളൂ, അല്ലാണ്ട് എന്ത് പറയാനാ. ഫിലിപ്പേ എടാ വാടാ വന്നിരിക്കടാ, നീ എന്തത് പൊളിക്കാ നമുക്ക്. അവിടെ ഒന്ന് ചിരിക്കടാ, നിനക്കെന്നാ പറ്റിയേ? ആവട്ടെ, ക്ലാസ് എടുക്ക്. ഹലോ. പിന്നെ ഞാൻ പറഞ്ഞിട്ട് സോറി, നമുക്ക് നാളെ തന്നെ ചെയ്യാൻ പോകാം. നീ നാളെ തന്നെ എല്ലാം സെറ്റ് ചെയ്യാം. പിന്നെ എന്തൊക്കെയുണ്ട്? ആ ഓക്കെ, ശരി ശരി. ആ ഓക്കെ. എനിക്ക് ഞാൻ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഇറങ്ങുന്നു. ഇന്നെനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോവാണേ. ഹലോ. റൈറ്റ് തിരിഞ്ഞ് വന്നാ മതി. അവിടെ നിന്ന് വിളിച്ചു വന്നു, എന്താ അടുത്തോട്ട് വരാം. ഓ ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ. ഫിലിപ്പേ സാർ, സാർ നിങ്ങൾ താഴെ എത്തി. സാർ ഇപ്പം വരാം സാർ. ഓക്കെ സാർ. എടാ ഞാൻ പോവാട്ടോ. ജോർജ്, ജോർജാ തുറന്നടാ. ജോർജ് കളിക്കല്ലേ, തുറന്നേ. ജോർജ് ഹലോ ഹലോ. നമുക്കൊന്ന് ഇറങ്ങിയാലോ? ഞാനൊരു 2 hours എന്തായാലും അവിടെ എത്തും. Yeah.
ആ സമയത്തൊന്ന് ചെറുതായിട്ടൊന്ന് പണിത് പിന്നെ നമ്മളൊരു സെക്കൻഡ് ഔട്ടിൽ തന്നെ പണികൾ വന്നിരിക്കുക. എവിടെ നമ്മൾ മിക്കവാറും ആലുവയിലായിരിക്കും. അത് ഇതായിട്ടില്ല, ഇഷ്യൂ ചെയ്തിട്ടില്ല. ഓക്കെ. പിന്നെ എന്നാ വിശേഷമൊക്കെയാണ്? തിരക്കാണ്. അതെ, ആകെ തിരക്കാണ്. ഇപ്പൊ ഷിഫ്റ്റോട് ഷിഫ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 മാസമായി നമ്മൾ അങ്ങനെ മീറ്റ് ആയിട്ട്. അതെ അതെ. ഓക്കെ ആയിരുന്നോ? ഓർഡർ ചെയ്യാം. എന്തായിരുന്നു അന്നൊരു പണിയാ, ഒരാളും കൂടി പറയാം. ആള് വരാനുണ്ട്, വന്നിട്ട് പറയാം. ഓക്കെ, ഞാൻ പിന്നെ വരുമ്പോഴത്തേനും സെറ്റ് ചെയ്താൽ ഓക്കെ. ഞാനേ ഒരു കോളുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്. ഞാനിപ്പോൾ വരാം. ഹലോ. അവിടെ മാത്യു ഡോക്ടർ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പിന്നെയും വിളിച്ചു ഇങ്ങനെ? ഞാൻ പറഞ്ഞല്ലേ ഞാൻ ലേറ്റ് ആവുന്നു. ഐ കോൾ യു ബാക്ക്, ഐ മീൻ എ മീറ്റിംഗ്. ഓക്കെ, യു ഗൈസ് പ്രൊസീഡ്. നീ എന്താ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഇല്ല, അവൻ ഫോൺ എടുക്കുന്നില്ല വിളിച്ചിട്ട്. അയ്യോ, എന്ത് പറ്റി? ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തു, എടുക്കുന്നില്ല. അവൻ ഡ്രൈവ് ചെയ്തതെല്ലാം ഭാര്യയായിരിക്കും, ഇവിടെ വരെ എത്തണ്ടേ? അങ്ങനെയൊന്നും ആയിരിക്കില്ല ചേട്ടാ, എന്നാ പറയില്ലേ? നീ വേറെ ഒന്നും വിചാരിക്കുന്നുണ്ടോ? നമുക്കൊന്നൊരു പണി ചെയ്യാം. നമുക്ക് ഈ മീറ്റിംഗ് വേറെ ഒരു ദിവസത്തേക്ക് വല്ലതും പോസ്റ്റ്പോൺ ചെയ്യാം. എനിക്ക് എമർജൻസി ആയിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ഒരു അർജൻസി കേസ് ഉണ്ട്, അപ്പോൾ ഞാൻ ഇല്ലാതെ പറ്റില്ല. നിന്നെ ഒരു പണിയാ, ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ആക്കാം. ഇല്ല വേണ്ട ചേട്ടാ, എൻ്റെ ഫ്രണ്ട് എന്തായാലും വരും, ഞാൻ അവളുടെ പൊക്കോ. ആ ഓക്കെ. നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. എന്തിനാ? അവൻ വിളിക്കുന്ന സമയത്ത് കാര്യം പറഞ്ഞാൽ പോരെ? പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കുന്നില്ലല്ലോ. പിന്നെ എൻ്റെ കാര്യം നീ വിചാരിക്കൊന്നും വേണ്ട. നമുക്ക് പിന്നെയും കാണാം. വേറെ ദിവസം നമുക്ക് മീറ്റിംഗ് വെക്കാം, വേണമെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആക്കാം. പിന്നെ ഫ്രീ ആവാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ അതൊന്നും വിചാരിക്കൊന്നും വേണ്ട, ടെൻഷൻ അടിക്കണ്ട. ഇല്ല ചേട്ടാ, അവൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല, മെസ്സേജ് പോലും അയച്ചിട്ടില്ല. അവനെ എനിക്കറിയില്ലേ, അവനെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഫിലിപ്പേ
വണ്ടി എടുക്കണം. ഞാൻ എടുക്കാം. സ്റ്റെപ്പ് നോക്കണേ. എടാ നീ അപ്പുറത്തേക്കില്ലേ? അപ്പുറത്ത് നോക്കി പിടി, തല പിടി. ഇതിപ്പോ